കോടതി എത്തുന്നൊരു 100 രൂപയ്ക്കാൻ പറ്റും സാറേ. ആളുകൾ ആരെങ്കിലും കണ്ടാൽ ഞാൻ എന്തോ വലിയ കുറ്റവാളിയാന്ന് വിചാരിക്കും. എടാ, നീ കൊലപാതകവും മോഷണവും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനും ഒരു നിയമവശങ്ങളുണ്ടല്ലോ, അത് വിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല സാറേ. അറിയാവുന്ന ആരെങ്കിലും കണ്ടാൽ എൻ്റെ മാനം പോകും സാറേ. പ്ലീസ് സാറേ. എടാ, നിൻ്റെ മാനം കെടുത്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. അറിയാലോ, ഇപ്പോൾ ഈ നാട്ടിൽ മുഴുവൻ CCTV ക്യാമറയാണ്. നിന്നെ ഈ വിലങ്ങില്ലാതെ കൊണ്ടുപോകണത് ആരെങ്കിലും വീഡിയോ എടുത്തിട്ടാൽ ഞങ്ങളുടെ ജോലി പോവും. ബസ് ഇപ്പം തന്നെ വരും, ആരും കാണുമൊന്നുമില്ല. അയ്യോ, ഈ ഞങ്ങള് കള്ളനാണോ? പിന്നെ കണ്ടറിയാമല്ലേ, പക്കാ ക്രിമിനല്. അയ്യോ, അതെ, പപ്പ പറയാറില്ലേ, പഠിച്ച് മിടുക്കനായിട്ട് നല്ല ജോലിയൊക്കെ മേടിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ പോലീസുകാരും ഉണ്ടോ. ഇങ്ങ് പോരെ, അങ്ങോട്ട് നോക്കണ്ടാട്ടാ. അമ്മോ, സമാധാനമായിട്ട് പോക്കറ്റടിക്കാനും സമ്മതിക്കൂല. അതെ, എന്ത് കേസാണ്? അറിയാമോ? എന്താടാ, തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ദൈവം എൻ്റെ കൂടെയാടാ, അതുകൊണ്ടാണ് നിന്നെ ഈ കോലത്തിൽ എനിക്ക് കാണാൻ പറ്റിയത്. എന്തൊക്കെ പ്രശ്നങ്ങളാടാ നീ എൻ്റെ ഹോസ്റ്റലിലും വീട്ടിലൊക്കെ വന്നുണ്ടാക്കിയത്. നീ എന്താ പറഞ്ഞേ? ഞാനൊരു കാശാരനെ കണ്ടപ്പോൾ നിന്നെ തേച്ചിട്ട് പോയതാന്നല്ലേ? അതേടാ, അതുകൊണ്ട് തന്നെയാ. എന്തായാലും ഒരു ക്രിമിനലിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വന്നില്ലല്ലോ. സന്തോഷായടാ, ഒരുപാട് സന്തോഷം. നിങ്ങൾ എന്തും കിടന്ന് കാണിക്കണത്? ഒരു പവറോടുകൂടി ചെയ്. ഒരുമാതിരി എന്റെ പൊന്നി ചേട്ടാ, ചേട്ടനെ ക്യാമറയിലോട്ട് നോക്കണ എന്തിനാണ്? ചേട്ടൻ ബസ് വേനണ്ടാ നോക്കിയാ പോരെ. മോനുണ്ട് കേട്ടാ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ പൊസിഷൻ ആരെ മാറാണ്ട് നോക്കണോട്ടാ, ആരെ കണ്ടിട്ട് നോക്കണം. നീ അല്ലേ ഞാൻ നോക്കിക്കോളും കറക്റ്റായിട്ട്. സ്ക്രിപ്റ്റിംഗ് എന്റെ പൊന്നി ചേട്ടന്മാരെ, നിങ്ങൾ പോലീസുകാരാണ്, ആ ഒരു പവറിൽ നിൽക്ക്. നിങ്ങൾ കൂടി വിചാരിച്ചാൽ തീരോട് തീർത്തിട്ട് സോറിട്ടാ, ഇത്ര ആളുകൾക്കുള്ളതുകൊണ്ടാണ് ഞാൻ പോയിക്കോട്ടെ. സാർ ചെയ്ത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു അറ്റുടനെ പിടിച്ചാൽ മതി, നമുക്ക് വേണ്ടത്. തൊപ്പി കറക്റ്റ് അല്ലേ? ഏത് ലാസ്റ്റ് ഷോട്ടാണ്ട, എല്ലാവരും റെഡിയാക്കണം. ഇതുവരെ പോയില്ലേ? ഒന്ന് പോയേച്ചി, ഒന്നാമത്തെ സമയമില്ല. ഇത് നമുക്ക് തീർത്തോട്ടെ, ഒന്ന് പോയോന്ന്. ഓരോ മോരണങ്ങള് അടിപൊളി. എന്റെ ഷൂട്ടിംഗ് ഒക്കെ കൊള്ളാം. ക്യാമറ എവിടെടാ? എടാ പോരെ, സൂപ്പറായിട്ടാ. അവൾക്ക് കിട്ടണ എന്നെ കിട്ടി. അവളിങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് സാറേ പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോയതാണ്. ഒന്നും വിചാരിക്കില്ലട്ടാ. മനസ്സിലായി. എന്നാ ചെല്ല്.
സുകുമാരെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. തേപ്പിന്റെ വേദന എന്താന്നേ നന്നായിട്ട് അറിഞ്ഞവനാണ് പോണത്. ശരി ശരി, സിനിമാക്കാര് ചെല്ലാൻ നോക്കുന്ന. സിനിമാക്കാരാ? ഞങ്ങൾ സിനിമാക്കാരൊന്നുമില്ല സാറേ, പെയിന്റ് പണിക്കാരാണ്. അതെ, ആ മൂത്ത പൊടി ഞാൻ തൂത്തെറിഞ്ഞേക്ക് അല്ലിച്ചെറിയും. തൂത്തോട്ടാ എന്നാ പോട്ടെ. എന്നാടാ മലക്ക് പരീക്ഷയൊക്കെ എന്താടാ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാനൊരു കാശാരനെ കണ്ടപ്പോ നിന്നെ തേച്ചിട്ട് പോയതാണല്ലേ? അതേടാ, അതുകൊണ്ട് തന്നെയാണ്. സാർ ഓക്കെ ആ സെയിം സാധനം വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ready, ready, ready. നിങ്ങൾ പോലീസുകാരാണ്, ആ ഒരു പവറിൽ നിൽക്ക്. എത്ര വലിയ ദുബായിക്കാരൻ വന്നാലും ഞാൻ ചേട്ടൻ്റെ തന്നെയായിരിക്കും. എന്തായാലും ഒരു ക്രിമിനലിന്റെ ഭാര്യ വേണ്ടി വന്നില്ലല്ലോ. ആകെ സീനാ, നീ എന്റെ ഫോണിലേക്ക് നീ വിളിക്കരുത്. എനിക്കിങ്ങനെ തീരൊന്നും ജീവിക്കാൻ വയ്യേനി, നമുക്കിത് നിർത്താം. സന്തോഷായിടാ, ഒരുപാട് സന്തോഷം. ഇനി മുതൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. എന്റെ ബെസ്റ്റി അത് തന്നെയാ പറഞ്ഞത്. നിന്നോട് കൂട്ടുകൂടുണ്ടെന്നാണ് പപ്പയും അമ്മയും പറഞ്ഞത്. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി നീയായിട്ട് എൻ്റെ ജീവിതം തകർക്കരുത്. ചേട്ടാ, എൻ്റെ സമ്മതം ഇല്ലാണ്ട് ഒരാളും എന്നെ കെട്ടിക്കൊണ്ടു പോകില്ല. നൈസായിട്ട് ഒഴിവാക്കിക്കൊള്ളുന്നല്ലേ.